ചെയ്യും. അപ്പൊ അള്ളാഹു പരിഹാരം കൊടുക്കും, അള്ളാഹു അവരെ സഹായിക്കും. കാരണം അവർക്ക് ഹദീസ് അറിയാം. നമ്മളോ ഇന്ന് ആരാടാ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക? 5 നേരം നിസ്കരിക്കാൻ കയറുന്നില്ല, പിന്നെ ഇനിയിപ്പൊ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ പോണേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയുടെ ഇങ്ങനെ നടന്നു. പള്ളി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരെങ്ങനെ പള്ളിക്കകത്തിരിക്കുന്നു. അസമയം എന്ന് പറഞ്ഞാൽ പാതിരാത്രി 12 മണിയല്ല, രാവിലെ നോക്കുമ്പോൾ 9 മണി 10 മണി സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ആള് പള്ളിക്കകത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ഈ സമയത്തിരിക്കുന്നത് നബിയേ? വലിയ കടവാ നബിയേ, സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നുപോയി നബിയേ, ഒരുപാട് കടമായി, എനിക്ക് പേടിയാ നബിയേ, കടക്കാരനായിട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. പള്ളിക്കകത്തിരുന്നു കൊണ്ടൊരു സഹാബി പറയുമ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ സഹാബിക്ക് കടം മാറാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു, കടക്കാരനായിട്ട് മരിക്കാതിരിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടും പറഞ്ഞു കൊടുത്തു. നമ്മളൊന്നും പഠിക്കുന്നില്ല. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, നിന്റെ കടം മാറണോ? നിന്റെ കടം മാറണോ? കടം മാറാനും നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകാനും ഒരു നന്മ ചെയ്താൽ മതി. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, നിങ്ങൾ ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നീ ചെയ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടം മാറണോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ പൊന്നു സിറാജ് ഉസ്താദ്, എനിക്ക് 1 രൂപയുടെ കടം പോലും ഇല്ലല്ലോ. എടാ, നിന്നെ എത്തിയും കാണാനൊക്കെ അള്ളാഹിക്ക് നിസ്സാര മിനിറ്റ് പോരെ. ഇന്നത്തെ കോടീശ്വരനായ നിന്നെ നാളെ വൈകുന്നേരം ആക്കുമ്പോ ഒന്നുമില്ലാതാക്കാൻ അള്ളാഹിക്ക് പറ്റുമല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൻ 4 മാസം കണ്ടായിട്ട് എനിക്കിങ്ങനെ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ചിന്തിച്ചു പോയി. തലച്ചോറെടുത്തിട്ട് കാലിലെങ്ങാണ്ട് വെച്ചേക്കാന്ന ഉപ്പ പറഞ്ഞേ. തന്റെ മകന്റെ തലച്ചോറെടുത്ത് കാലിൽ എന്തോ സർജറി കഴിഞ്ഞിട്ട് ബോധമില്ലാതെ കിടക്കാന്ന്. എത്രയോ മാസങ്ങളായിട്ട്. ഇന്ന് രാവിലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നു. അള്ളാഹു ഈ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കോടീശ്വരനെയും ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്ക് തരാൻ മാത്രമല്ല അറിയണേ, അള്ളാഹിക്ക് തിരിച്ചെടുക്കാനും അറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. പൈസ ചെലവില്ല, ഉറക്കമൊഴിയണ്ട, കഷ്ടപ്പാടില്ല, ഒരൊറ്റ നന്മ ചെയ്ത കടത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കാൻ ആദ്യം പറ. ബറക്കത്ത് ഓസിന് കിട്ടത്തില്ലല്ലോ. പൊക്കാത്ത നീ ഇരുന്നോ, നീ ഈ കൈ പൊക്കിയിട്ട് തെണ്ടിയാ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിലര് പറയുന്ന, ഉസ്താദെ ഞാൻ പൊക്കത്തില്ല, ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം, പള്ളിയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ യാചിച്ച് ജീവിച്ചോളാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, റമളാൻ ആയിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് നാട്ടുകാർ ഇങ്ങോട്ട് വരും. പിരിവല്ലേ ഉദ്ദേശിച്ച് അല്ലേ? പല നാടുകളിൽ നിന്ന് സക്കാത്തും സദക്കയും മേടിക്കാൻ വല്ലപ്പുഴയിലേക്ക് ആൾക്കാർ വരുമെന്ന്. അല്ല വിചാരിച്ച ഈ കൈ പൊക്കാത്ത നിന്നെ ഇതിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ഉറക്കപ്പറ വേണോ? ഉറക്കപ്പറ വേണോ? വേണം. മക്കൾക്ക് ബോധം ഉണ്ടടാ, വാപ്പായ്ക്ക് ബോധമില്ലടാ. അള്ളാഹു കൊടുക്കുമാറാകട്ടെ. കാരണം ഓനറിയാം, പടച്ചവനെ ഉസ്താദ്, ഞാനൊരു ഷവായി ചോദിച്ചാലും ഒരു ഷവർമ്മ ചോദിച്ചാലും വലിയ പാടാ. കാരണം വാപ്പാടയില് പൈസ ഇല്ല. അത് കുട്ടികൾക്ക് മനസ്സിലായി, പക്ഷെ വാപ്പായ്ക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, ആ വീട്ടുകാരോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, ആ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാനാ പറഞ്ഞത്? എന്ത് ചെയ്യാനാ പറഞ്ഞത്? പറയടോ, എന്ത് ചെയ്യാനാ പറഞ്ഞത്? സലാം. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ. സലാം 3 രീതിയിലാണ് ഉള്ളത്. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ സലാമിലും പിശുക്ക് കാണിക്കുന്നവരാ നമ്മള്. ആ സലാമിൽ പോലും പിശുക്ക് കാണിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
മഹാനായ ഇബ്നു റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. സലാം പരിപൂർണമായി പറഞ്ഞ അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞാൽ മതി, അല്ലാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റും, അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകും, നമ്മുടെ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ സലാം സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് പോലും പറയാത്ത ടീമാ. ഇന്ന് വഴുത് കഴിഞ്ഞു. എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ, പെണ്ണുമ്പിള്ള സീരിയലും കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ള വിചാരിക്കും, ഈ മനുഷ്യൻ എന്ത് പറ്റിയല്ല, നല്ല കൊലത്തിൽ പോയതാണല്ലോ, തിരിച്ചു വന്നപ്പോ എന്ത് പറ്റിയെന്ന്. ഇതാ നമ്മുടെ അവസ്ഥ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ എങ്ങാനും പറഞ്ഞ നാളെ രാവിലെ ഖത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ്. കാരണം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ കഴിയുന്ന വഴിയാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ കടം മാറ്റണം തമ്പുരാന്, എനിക്ക് ജോലി വേണം തമ്പുരാന്, എനിക്ക് മക്കളെ വേണം തമ്പുരാന്, എന്റെ രോഗം മാറ്റണം തമ്പുരാന്, സ്വന്തമായിട്ടൊരു വീട് തരണം തമ്പുരാന്, എന്റെ സമാധാനമുള്ള ജീവിതം വേണം പടച്ചവന്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ ഫഅക്സിറു ദുആ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അധികമായിട്ട് അവിടെന്ന് ദുആ ചെയ്യൂ. ആ ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഇത്രയും വലിയ അവസരം പാഴാക്കി കളയില്ലേ, ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയല്ലേ.